ഹായ് ഗായ്സ്, ന്യൂ ഇയർ ആയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടാ. അപ്പം ഇന്നൊരു മിനി വ്ളോഗാണ്. നമ്മുടെ കൂടെ വിഘ്നേഷും കൃഷ്ണദാസും ഉണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒന്ന് എറണാകുളത്ത് ഫോറം മാളിൽ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊന്ന് ചായ കുടിക്കണമെന്ന് തോന്നിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ചായക്കടയിൽ കയറിയപ്പോൾ ഒരു നല്ല വെളുത്തൊരു പൂച്ചക്കുഞ്ഞിനെ കണ്ട്. പൂച്ചക്കുഞ്ഞല്ല, അത് പ്രസവിക്കാറായിരിക്കുന്ന ഒരു പൂച്ചയാണ്. അതിൻ്റെ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അതിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിത് യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മുടെ ഫോറം മാളിലെത്തി. പുതിയൊരു മാളാണിത്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഇവിടെ നല്ല സൂപ്പറായിട്ടൊരു ക്രിസ്മസ് ട്രീയും കുറേ അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. മാളിൻ്റെ അകത്ത് ഇതേപോലെ ധാരാളം ഡെക്കറേഷൻ കണ്ടായിരുന്നു. വാൾ ഡെക്കറേഷൻ നല്ല ഭംഗിയിൽ ഇവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലുലു മാളിൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും കാണാനായിട്ട് നല്ലൊരു ആർട്ടിസ്റ്റിക് ടച്ച് ഉള്ള ഒരു മാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടാ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണോട്ടാ. എവിടെ ചെന്നാലും എസ്കലേറ്റർ എനിക്ക് ഭയങ്കര പണിയാണ്. പക്ഷേ ഇവിടെ അതേ ഒരു സ്റ്റെപ്പ് ഇല്ലാത്ത എസ്കലേറ്റർ ഇവിടെ ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ളത്. അത് ഏതായാലും രക്ഷപ്പെട്ട് ചെന്ന് നേരെ കയറിയത് എവിടെയാണെന്ന് അറിയാമോ? ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ലേഡീസിൻ്റെ എല്ലാ ഔട്ട്ഫിറ്റും ഉള്ള ഒരു സൂപ്പർ സ്റ്റോർ കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാത്തിനും നല്ല വിലയാണ്. പിന്നെ നല്ല ഓഫറുള്ളതല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ജീൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. ഒന്ന് കുറച്ച് ട്രൈ ചെയ്തൊക്കെ നോക്കി. കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്, കുറേയൊന്നും എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അളവൊന്നും കറക്റ്റല്ല, ഞാൻ എടുത്തില്ല. അപ്പോൾ അവസാനം ഇങ്ങനെ ഒരു വൈഡ് ലെഗ് ജീൻസ് ഒരെണ്ണം എടുത്തായിരുന്നു. ടോപ്പ് അത് എടുത്തത് അതേപോലെ തന്നെ ഞാൻ വെക്കണമായിരുന്നു. നല്ല ടോപ്പായിരുന്നത്. അപ്പോൾ വരുൺ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നായിരുന്നു. പിന്നെ ഞങ്ങളിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് മുകളിലേക്ക് പോയായിരുന്നു. ഏതൊരു മാളും പോലെ തന്നെ ഫുഡ് ഇവിടെ നല്ല കത്തിയായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് കഴിക്കണ പോലെയല്ല. ക്വാണ്ടിറ്റിയും കുറവായിരുന്നു. ടേസ്റ്റ് വൈസും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. പിന്നെ എല്ലാവരും കൂടെയൊക്കെ ആയിട്ട് ചില്ല് ചെയ്തിരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുമെന്നല്ലാതെ വലിയ രീതിയിലുള്ള ഫുഡ് വളരെ പരിതാപകരമാണ്. ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഹൈദരാബാദിൽ നിന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. നമ്മുടെ കൊച്ചൂസ് ഇതേ ചേട്ടന്മാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അവൻ ഏതായാലും ഒരു കുറേ നാളെത്തിയിട്ട് കിട്ടിയ ഒരു അവസരമാണ്. ഇങ്ങനെ കൃഷ്ണാസും വിഘ്നേഷും അച്ചും പിന്നെ ഫുൾ എനർജറ്റിക് ആയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ നടക്കണമായിരുന്നു എല്ലാ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു മിനി വ്ളോഗായിരുന്നു. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ. നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇനി മുതൽ ബ്രേക്കൊന്നും ഇല്ലാണ്ട് മിക്ക ദിവസവും വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത്രയും കാലം തന്ന സപ്പോർട്ട് ഇനിയും തരണം കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.